ഹായ് എവരിവൺ, ദിസ് ഇസ് ബിജോ. വെൽക്കം ബാക്ക് ടു ഫൈനാൻഷ്യൽ സർവർ. ഇന്ത്യയിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായിരുന്ന ഫോർഡ് ഇന്ത്യയിൽ നിന്നും പിന്മാറുകയാണ്. ഈ അവസരത്തിൽ ഫോർഡിൻ്റെ വണ്ടികൾക്ക് ഇൻഷുറൻസ് ലഭിക്കുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഫോർഡിൻ്റെ വണ്ടി വിറ്റ് കളയണമോ, പാർട്സ് ലഭിക്കുമോ എന്നീ കാര്യങ്ങളെല്ലാം പലരും സംശയമായി ചോദിച്ചിരുന്നു. കമ്പനി നിർത്തിയ വാഹനത്തിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ചും പാർട്സിനെ കുറിച്ചും വാഹന വിൽപ്പനയെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഫൈനാൻഷ്യൽ സർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. പോകാം സ്ക്രീനിലേക്ക്. ആദ്യം തന്നെ നമുക്ക് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കാം. കമ്പനി നിർത്തിയ വാഹനത്തിന് ഇൻഷുറൻസ് ലഭിക്കില്ല എന്നാണ് പലയിടത്തും പ്രചരിക്കുന്നത്. അതിൻ്റെ കാരണം വാഹനം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ വ്യക്തമാക്കാം. ഒരു വാഹന കമ്പനി നിർത്തിയെന്ന് കരുതി ആ കമ്പനിയുടെ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് തീർച്ചയായും ലഭിക്കും. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, നിങ്ങളുടെ വാഹനം നിലവിൽ പാക്കേജ് പോളിസി അഥവാ ഫുൾ കവർ ആണെങ്കിൽ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ പുതുക്കാൻ ശ്രമിക്കുക. കാരണം പാക്കേജ് പോളിസി എക്സ്പയർഡ് ആയാൽ വീണ്ടും പാക്കേജ് പോളിസി ലഭിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ പാക്കേജ് പോളിസി ഏത് കമ്പനിയിലാണോ അതേ കമ്പനിയിൽ തന്നെ തുടരാൻ ശ്രമിക്കുക. ചില ഇൻഷുറൻസ് കമ്പനികൾ നിർത്തിയ വാഹനങ്ങളുടെ പാക്കേജ് പോളിസി പോർട്ട് ചെയ്തു വരുമ്പോൾ ലയബിലിറ്റി പോളിസി അഥവാ തേർഡ് പാർട്ടി പോളിസിയായി മാത്രമേ നൽകാറുള്ളൂ. ഇനി നിങ്ങളുടെ വാഹനം ലയബിലിറ്റി പോളിസി അഥവാ തേർഡ് പാർട്ടി പോളിസി ആണെങ്കിൽ നിങ്ങളുടെ RC ബുക്ക് ആക്റ്റീവ് ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഇതേ ഇൻഷുറൻസ് തുടർന്ന് അടയ്ക്കാവുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു വാഹന നിർമ്മാണ കമ്പനി നിർത്തി എന്ന് കരുതി ഇൻഷുറൻസ് ലഭിക്കാതെ വരില്ല എന്നർത്ഥം. ഇനി രണ്ടാമതായി നമ്മൾ നോക്കുന്നത് വാഹനം വിറ്റ് കളയണോ, പാർട്സ് ലഭിക്കുമോ, ഫൈനാൻസ് ലഭിക്കുമോ എന്നതെല്ലാമാണ്. ഇനി നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഓരോ വ്യക്തികളുടെ അഭിരുചിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ പഠനത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഒരു കമ്പനി നിർത്തുമ്പോൾ തന്നെ നമ്മളെ പേടിപ്പിക്കാൻ അനവധി ആളുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇതിൽ സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടക്കാരുടെ പങ്കും ശക്തമാണ്. ഇവർ നമ്മോട് പറയുന്നത്, ഈ കമ്പനി നിർത്തി ഇപ്പോൾ നിങ്ങൾ ഇത് വിൽക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത വില കിട്ടും, ഇനിയും വൈകിയാൽ ഈ വണ്ടിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ്. അതിനവർ പറയുന്ന പ്രധാന കാരണം പാർട്സും സർവീസുമാണ്. ആദ്യം ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കൊന്ന് മനസ്സിലാക്കാം. 1993 ഇന്ത്യയിലെത്തുകയും 2003 മുതൽ ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് വിപുലമായി കടന്നതും 2017 ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്ത കമ്പനിയാണ് ഷെവർലെറ്റ്. ഇന്ത്യയിലെ ഏത് വാഹനത്തിനോടും കടപിടിക്കാൻ പോന്ന വണ്ടിയും ടാക്സി ഡ്രൈവർമാരുടെ ഇഷ്ട വണ്ടിയുമായിരുന്നു ടവേര. 2017 ഷെവർലെറ്റ് ഇന്ത്യ വിടുന്നു എന്ന വാർത്ത വന്ന ഉടനെ പലരും നിസ്സാര വിലയ്ക്ക് ആ വാഹനങ്ങൾ വിറ്റു. എന്നാൽ ഇന്ന് OLXലോ അല്ലെങ്കിൽ നേരിട്ടോ ഇത്തരം വാഹനങ്ങൾ വാങ്ങാൻ ചെന്നാൽ ഈ പറയുന്ന നിസ്സാര പൈസയ്ക്ക് നമുക്ക് ഈ വാഹനങ്ങൾ ലഭിക്കാറില്ല. സ്ക്രാപ്പിംഗ് പോളിസിയുമായി ബന്ധപ്പെട്ട് പഴയ വാഹനങ്ങളിൽ വന്ന വിലക്കുറവ് മാത്രമേ ആകെ ബാധകമായി ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ വില കുറയാത്തതിൻ്റെ കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പാർട്സും സർവീസും ലഭ്യമാണ് എന്നതാണ്. ഇന്ത്യയിൽ ഇപ്പോഴും 2017 നിർത്തിയ ഷെവർലെയുടെ സർവീസ് നൽകുന്നുണ്ട്. അതുപോലെ പാർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ധാരാളം ഇറങ്ങിയ ഒരു വാഹനമാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ പാർട്സും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ അടുത്ത കടകളിൽ പാർട്സ് ലഭിക്കുന്നില്ല എങ്കിൽ ഇന്ന് ഓൺലൈനിലൂടെ ഏത് തരത്തിലുമുള്ള പാർട്സും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ലോക വിപണി മുഴുവൻ ഓൺലൈൻ കണക്റ്റഡ് ആണ് എന്ന് നാം മനസ്സിലാക്കണം. ഇനി അതും പാടാണെങ്കിൽ വാഹനം പൊളിക്കുന്നിടത്തു നിന്നും നിങ്ങൾക്ക് പാർട്സ് ലഭിക്കുന്നതാണ്. പാർട്സിന്റെ ദൗർലഭ്യം വരുന്നത് യഥാർത്ഥത്തിൽ കമ്പനി നിർത്തുന്നത് മൂലമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം എത്രമാത്രം ഇറങ്ങിയിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ഇന്ത്യയിലുള്ള ചില വലിയ കമ്പനികളുടെ ഹിറ്റാവാത്ത കാറുകളുടെ പാർട്സ് നിങ്ങൾക്ക് ലഭിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ചർച്ചാ വിഷയമായ ഫോർഡിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ഫോർഡ് യഥാർത്ഥത്തിൽ നിർത്തുകയല്ല ചെയ്യുന്നത്, ഒരു റീസ്ട്രക്ചറിംഗ് ആണ് അവർ ചെയ്യുന്നത്. പറയാൻ കാരണം, ഇന്ത്യയിലെ പ്രൊഡക്ഷൻ നിർത്തുകയാണെങ്കിൽ പോലും ഇമ്പോർട്ടഡ് കാറുകളുമായി അവർ ഇന്ത്യയിൽ തുടരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിന് സർവീസും പാർട്സും വാറണ്ടിയും ലഭിക്കുന്നതായിരിക്കും. As part of the restructuring, we plan to serve Indian customers with some of the most iconic vehicles from the Ford portfolio, such as the Mustang and Mach-E. We will stop vehicle assembly in Sanand and vehicle and engine manufacturing in Chennai. This means in the time to come, Ford will shift from an existing set of locally produced products to a global portfolio.
I want to be clear that we are not leaving and will continue to take care of you like family. We will be working closely with our dealers, all of whom have supported Ford for long, to ensure accessibility of service and spare parts, quality of service with a family wali feeling, competitive cost of ownership, and the honoring of our warranty promise. ഫോർമർ ഫോർഡ് MDയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വന്നു എന്ന് ഞാൻ കരുതുന്നു. ഇത്തരം കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ ചേർക്കുന്നു. ഫോർഡിന്റെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ നിങ്ങൾ ഫൈനാൻസിലൂടെ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ഉയർന്ന തുക നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ഇതേക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ വാഹനം വാങ്ങാൻ. ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് മൊത്തത്തിൽ ഒരു അവലോകനം നടത്തുകയാണെങ്കിൽ, നിങ്ങളുടെ കൈവശമിരിക്കുന്ന വാഹനം നിങ്ങൾക്ക് അനുയോജ്യമുള്ളതാണെങ്കിൽ അതിൽ തന്നെ തുടരുക എന്നുള്ളതാണ്. ഇൻഷുറൻസ്, സർവീസ്, പാർട്സ് എന്നിവയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിൽക്കാതിരിക്കുന്നതാവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കയ്യിലെ വാഹനം വിറ്റ് മറ്റൊന്ന് വാങ്ങാൻ നേരം അതിൻ്റെ വില കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വിറ്റത് മണ്ടത്തരമായെന്ന്. ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുന്നതിനായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സൈൻ ഓഫ് ബിജോ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.